കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം മുതലാണ് ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളായിരുന്നു, കോൺഗ്രസ് ഗവൺമെന്റുകളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. നിലവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം? ഈ ക്ഷേമനിധി ബോർഡുകൾ എത്രമാത്രമുണ്ട്? തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ കേരളത്തിൽ നിരവധിയാണ്. കൈത്തൊഴിലാളി, കർഷകത്തൊഴിലാളി, തയ്യൽ തൊഴിലാളി, ഈ പറയുന്ന മറ്റൊരു രൂപത്തിൽ നിർമ്മാണ തൊഴിലാളി, അബ്കാരി തൊഴിലാളി, ലോട്ടറി തൊഴിലാളി, ചുമട്ടു തൊഴിലാളി. ഈ ക്ഷേമനിധികളിൽ നിന്ന് അവരുടെ അംശാദായം വാങ്ങിക്കൊണ്ട് പ്രതിമാസം ജോലി ഉണ്ടായിരുന്ന സമയത്ത് അംശാദായം, ജോലി ഉണ്ടായിരുന്ന സമയത്ത് പെൻഷൻ പറ്റുന്നതിന് മുമ്പ് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഈ ഗവൺമെന്റ് വന്നിട്ടൊന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് കയർത്തൊഴിലാളികളുടെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം എടുക്കാം. ഏതെങ്കിലും ക്ഷേമനിധി മുൻകാലങ്ങളിൽ കിട്ടിയതുപോലെ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കിട്ടിയതുപോലെ, അല്ലെങ്കിൽ ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത് കിട്ടിയതുപോലെ, കരുണാകരന്റെ കാലത്ത് കിട്ടിയതുപോലെ ഇപ്പോഴുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരൻ ചെങ്കൊടി പിടിച്ച് CPM-ന് വളർത്താൻ വേണ്ടി രംഗത്ത് വരുന്ന സഖാവിനോട് ചോദിച്ചാൽ മറുപടി ഉണ്ടോ? പ്രസവാനുകൂല്യം കൊടുക്കുന്നുണ്ടോ? വിദ്യാഭ്യാസാനുകൂല്യം കൊടുക്കുന്നുണ്ടോ? മാരക രോഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഈ ക്ഷേമനിധി ഏതെങ്കിലും ക്ഷേമനിധി കൊടുക്കുന്നുണ്ടെങ്കിൽ പറയണം നിങ്ങൾ. ഈ ഗവൺമെന്റ് വന്നതിനുശേഷം എല്ലാം നിന്ന് പോയിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ, മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളുടെ മത്സ്യത്തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ട ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പോയി ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഗം MBBS-നും എഞ്ചിനീയറിംഗിനും MBA-ക്കും BBA-ക്കും അങ്ങനെ നിരവധി കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് ലഭിക്കാൻ പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗത്തിന്, OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2013 ഏർപ്പെടുത്തിയ ആ സ്കോളർഷിപ്പുകൾ ഇന്ന് കൊടുക്കുന്നില്ല. ഇതാണ് കാലഘട്ടം. നമ്മളിങ്ങനെ ലക്ഷങ്ങളുള്ള സമയമായി ഇന്നുണ്ട്. പുതിയ സമ്പ്രദായം കൊണ്ടുവരാൻ തോന്നിയാണ്. നമ്മൾ ശക്തിയുക്തം എതിർക്കും ആ സമ്പ്രദായത്തിന്. സെസ് രാജ് കേരളത്തിൽ കൊണ്ടുവരാൻ പോകുകയാണ്. സെസ് രാജ് എന്ന് പറഞ്ഞാൽ സെസ് ജനങ്ങളുടെ പൊക്കറ്റിലിരിക്കുന്ന പണമെടുത്ത് സർക്കാർ കൊടുക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കാൻ പോവുകയാണ്. നമ്മൾ അനുഭവിച്ചു. ഒന്നല്ല, ഇത് ശക്തി നടക്കാൻ